ഹായ് നമസ്കാരം, എൻ്റെ പേര് ശ്യാം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വേറെ ഒന്നുമല്ല. നമ്മുടെ സുപ്രീം കോർട്ട് ഓൾറെഡി ഓർഡർ കൊടുത്തിട്ടുണ്ട് ഡൽഹിയിൽ നമ്മുടെ പട്ടികളെ എല്ലാം പിടിക്കാനായിട്ട്. കാരണം പട്ടികളൊന്നും ഇനി സ്ട്രീറ്റിൽ വേണ്ട എന്നുള്ള രീതിയിലാണ് ഇപ്പം നമ്മുടെ സുപ്രീം കോടതി ഓർഡർ ഇട്ടേക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, രണ്ട് ജഡ്ജസാണ് അതിനിപ്പോൾ ഓർഡർ ഇട്ടേക്കുന്നത്. ഒന്ന് പർദിവാലയും മറ്റൊന്ന് മാധവൻ എന്ന് പറയുന്ന പുള്ളിക്കാരനുമാണ് ഓർഡർ ഇട്ടേക്കുന്നത്. നല്ല തീരുമാനം. കാരണം പട്ടികളുടെ ശല്യം ഭയങ്കര കൂടുതലാണല്ലോ. നമ്മുടെ നാട്ടിലും ഇതുപോലത്തെയൊക്കെ വരേണ്ട സമയം കഴിഞ്ഞ്. അപ്പം അത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ, നോയിഡയിൽ, ഗുരുഗ്രാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പട്ടി ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും. അത് വളരെയധികം സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, അത് ഇന്ന ആളെന്നൊന്നുമില്ല. അത് കുഞ്ഞുങ്ങളാവാം, വലിയ ആൾക്കാരാവാം, അതിലെ കൂടെ പോകുന്നവരാവാം, ആരെയും ഈ പട്ടികൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. തന്നെയല്ല നമ്മുടെ പേപ്പട്ടി വിഷബാധയും അതുവഴി പടരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് നമ്മുടെ സുപ്രീം കോടതി എന്ത് ചെയ്തു? പട്ടികളെ പിടിച്ചിട്ട് ഷെൽട്ടറുകളുണ്ടാക്കി അതിനകത്തേക്ക് മാറ്റാനായിട്ട് പറഞ്ഞു. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇതൊന്നും അല്ല പ്രശ്നം. ഇത് നല്ലൊരു കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവർക്കും നല്ലതായിട്ടേ തോന്നത്തുള്ളൂ. എന്നാൽ നമ്മുടെ കുറച്ച് നടിമാരും നടന്മാരും എല്ലാം കരച്ചിലാണ്. ഈ പട്ടികളെ പിടിക്കുന്ന കാണുമ്പോൾ അത് ഞാൻ മെയിനായിട്ട് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു നടിയുണ്ടല്ലോ, അന്യനകത്തൊക്കെ അഭിനയിച്ച സദാ എന്നാന്ന് തോന്നുന്നു പുള്ളിക്കാരിയുടെ പേര്. പുള്ളിക്കാരിയുടെ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇരുന്ന് കരയുവാണ് ഇതിന് വേണ്ടിയിട്ട്. അപ്പം ഞാനിത് ഇത്രയും എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാ ഇവരെല്ലാം ഇങ്ങനെ കരയുന്നത്? പട്ടിയെ പിടിച്ചു കൊല്ലാനൊന്നും അല്ലല്ലോ, അത് അവർ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി അവിടെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പട്ടിയുടെ കടി കൊണ്ടിട്ടുണ്ടോ ഇവരാരെങ്കിലും? ഇല്ല, ഇവരാരും കൊണ്ടിട്ടില്ല. കാരണം വെച്ചാൽ ഇവരൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ കാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ വീട്. ഇതിനിടയ്ക്കൊന്നും ഇവരുടെ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നും ഇതിനകത്ത് വരുന്നില്ലല്ലോ. കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതി ഒരു ഓർഡറും കൂടെ കൊടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 10 എണ്ണത്തെ വെച്ചിട്ട് ഇവരുടെ വീട്ടിൽ അഡോപ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുക. ഈ കരയുന്ന എല്ലാവരുടെയും വീട്ടിൽ ഓരോന്നോരോന്ന് എടുത്തു കഴിഞ്ഞാൽ തന്നെ സ്ട്രീറ്റ് ഡോഗ്സ് പൂർണ്ണമായിട്ട് തീരും. അപ്പോൾ എല്ലാവർക്കും ഒരു 10 എണ്ണം വെച്ച് കൊടുക്കട്ടെ, അവർ നോക്കട്ടെ. ഈ കരയുന്ന ആൾക്കാർക്ക് അത്രയും സങ്കടമാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കട്ടെ. ഇവരൊന്നും ഈ നമ്മുടെ നാടൻ പട്ടികളെയൊന്നും ഇവർക്കൊന്നും വേണ്ട. ഇവർക്ക് വേണ്ടുന്നത് വലിയ കൂടിയ പട്ടികൾ, അല്ലെങ്കിൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ചിവാവ, അങ്ങനെയൊക്കെയുള്ള ചെറിയ പട്ടികൾ, അങ്ങനെയൊക്കെ ഇവർ നോക്കത്തില്ല. കാരണം ഇവരുടെയൊക്കെ കുഞ്ഞുങ്ങളുമായിട്ട് കളിക്കുന്നതും ഒക്കെ അങ്ങനെയുള്ള കുഞ്ഞു പട്ടികളെയൊക്കെ എടുത്ത് വളർത്തുന്നതാണ് ഇവർക്ക് താല്പര്യം. പക്ഷെ നമുക്കങ്ങനല്ല. ഞങ്ങൾക്ക് മാർക്കറ്റിൻ്റെ അതിരെ കൂടെ പോകണം, അല്ലെങ്കിൽ റോഡിൽ കൂടെ നടന്നുകൊണ്ട് വരുമ്പോഴൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടികൾ ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് നമ്മുടെ അടുത്ത് വരും. കുഞ്ഞുങ്ങൾ പേടിക്കുമ്പോൾ അവർക്ക് കൂടുതൽ പ്രകോപനം ഉണ്ടാവും, അവർ കടിക്കും, പട്ടികൾ കടിക്കും. അപ്പോൾ അത് ഇവരാരും ചിന്തിക്കുന്നുമില്ല, ഇതിനെപ്പറ്റി സംസാരിക്കുന്നുമില്ല. ഇവരൊക്കെ പട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളതാണ്. അല്ലാതെ മനുഷ്യന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരു പട്ടിക്കും ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ആ പടി കടി കിട്ടി, നീ എന്തെങ്കിലും ചെയ്ത് കാണും, അല്ലെങ്കിൽ നീ കല്ലെടുത്തെറിഞ്ഞ് കാണുമെന്ന് എൻ്റെ പണ്ട് കൂട്ടുകാരന്മാർ പറയാറുണ്ട്. എന്നെ കടിച്ചിട്ടുണ്ട് പട്ടി. അപ്പം ഞാൻ ഒന്നും ചെയ്തിട്ടല്ല, ഞാൻ അതുവഴി പോയിക്കൊണ്ടിരുന്നപ്പോൾ എന്നെ ഒന്ന് കടിച്ചാൽ പട്ടി. പട്ടിയുടെ കടി ഒരു രസം ഉണ്ടാവില്ല കിട്ടിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈ കരയാതെ 1 2 പട്ടിയെടുത്ത് ഈ ആൾക്കാർ, അതായത് അത് ഇപ്പം പെറ്റയും അങ്ങനെയുള്ള കുറേ സംഘടനകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ തന്നെ 500 പേരുണ്ടാവും. 500 പേര് ഒരു 2 പട്ടി വെച്ചെടുത്ത് കഴിഞ്ഞാൽ 1000 പട്ടി റോഡിൽ കുറയത്തില്ലേ? ഇവർക്കെല്ലാം വളർത്തുകയും ചെയ്യും, ഇവർക്ക് സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് കിടക്കുകയും ചെയ്യും പട്ടികളുമായിട്ട്. നാട്ടുകാർക്ക് സംരക്ഷണവും കിട്ടും. അങ്ങനെ ചെയ്താലും മതി. ഇപ്പം പറഞ്ഞേക്കുന്നത് വേറെ ഒന്നുമല്ല, ഈ ഓരോ ഷെൽട്ടറിലും 5000 പട്ടികളെ വെച്ചിട്ടാണെന്ന് തോന്നുന്നത് ഇതുവർ വെക്കുന്നുണ്ട്. ആ 5000 പട്ടികളെ നമ്മളൊരിക്കലും തിരിച്ച് സ്ട്രീറ്റിലോട്ട് കൊണ്ടുവരുന്നില്ല, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ. അതാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധി. ഞാൻ സുപ്രീം കോടതിയുടെ ഈ വിധിയെ വളരെയധികം മാനിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പട്ടിയുടെ കടി കൊണ്ട വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല വീണ്ടും പട്ടിയുടെ കടി കൊള്ളാനായിട്ട്. ഇത് എല്ലാ നാട്ടിലും വരണം, എല്ലായിടത്തും ഇതുപോലത്തെ സെറ്റപ്പുകൾ ഉണ്ടാവണം. എന്നിട്ട് ഈ പട്ടികളെ കൊല്ലാൻ അല്ലല്ലോ കൊണ്ടുവന്നത്, വളർത്താനല്ലേ. അവിടെ വളർത്തട്ടെ. അത് കഴിഞ്ഞിട്ട് അതിനെ വന്ധീകരണം നടത്തി അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്കും പേടിക്കേണ്ട ആവശ്യമില്ല, പട്ടികൾക്കും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ പട്ടിക്ക് ഭക്ഷണം കിട്ടാതെയും അങ്ങനെയൊക്കെ വലയുന്നതുകൊണ്ടാണല്ലോ ഇവരെല്ലാം നമുക്ക് നേരെ അഗ്രസീവായിട്ട് വരാൻ കാരണം. ഭക്ഷണം അവർക്ക് കറക്റ്റായിട്ടുള്ള സമയത്ത് എന്തെങ്കിലും ഈ NGO പോലുള്ള സ്ഥലങ്ങളിൽ അവർ കൊടുത്താൽ മതി, അത് കൊടുത്താൽ പോരെ. എന്തിനാണ് ഈ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും ശരി, ഗുഡ് ബൈ, താങ്ക് യു.